നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൊതി ഉണ്ടാകണം. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് പോയി 10,500 പേരുണ്ട്. ആ ദൈവദാസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ, സിമ്പിളായിട്ട് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരമ്മ 12 വയസ്സുള്ള, ജനിച്ചിട്ട് ഇന്ന് വരെ കണ്ണില്ലാത്ത, കൺതടമില്ലാത്ത, കൺപോളയില്ലാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് അമ്മ നേരെ കയറി വന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിച്ചില്ലേ വേദപുസ്തകത്തിൽ കുരുട്ട് കണ്ണ് തുറക്കുമെന്ന്? ജനിച്ചിട്ട് ഇന്ന് വരെ കണ്ണ് കണ്ടിട്ടില്ല, കൺപോളയില്ല, കൺതടമില്ല, ദശ കൊണ്ട് മൂടിയിരിക്കുന്നു. പാസ്റ്റർ പ്രസംഗിച്ച ദൈവം ജീവനിട്ടെങ്കിൽ അങ്ങൊന്ന് ഉയർപ്പിക്ക. പാസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ യേശു മരിച്ചിട്ടില്ല ആന്റി, എന്റെ യേശു മരിച്ചിട്ടില്ല. ഞാന് കേരളത്തിന്റെ കണ്ണോടെ ഇരിക്കുക. ആമേൻ. ഇവിടെ ഒന്നുമല്ല, യൂറോപ്പിൽ ഒരു മീറ്റിംഗിൽ വെച്ച ആ മീറ്റിംഗിൽ ഞാനും ഉണ്ട്. ആമേൻ. ഈ ദൈവദാസൻ പതുക്കെ ഈ ആന്റിയെ മുന്നോട്ട് വിളിച്ച, കൊച്ചിനെ മുന്നോട്ട് വിളിച്ചിട്ട് അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു, മൈക്കൊരുത്തുന്ന കൈ കൊടുത്തു. 2 കൈയും ആ കൺതടത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശുപ്പച്ച അങ്ങയുടെ വചനം പറയുന്നു കുരുട്ട് കണ്ണ് തുറക്കുമെന്ന്, ഞാനും വിളിച്ചു പറയുന്നു കുരുട്ട് കണ്ണ് തുറക്കുമെന്ന്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവനങ്ങ് നിലത്തങ്ങ് സ്പ്രിങ് പോലെ ചാടാൻ തുടങ്ങി. ചാടി അവന് എന്താന്നറിയില്ല. ഈ പാഷ കൈയെടുത്തപ്പോ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. ഇവൻ അമ്മയെ കയറി അങ്ങ് കെട്ടി അങ്ങ് പിടിച്ചു. ഇവൻ ഉറക്കെ പറഞ്ഞു, മമ്മ എനിക്കിപ്പോ കണ്ണ് കാണാ. കൺപോള ഇല്ലാത്തടത്ത്, കണ്ടടമില്ലാത്തടത്ത് കൺപോള ഉളവായി വന്നു. ആമേൻ. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. അഭിഷിക്തനെ, ഞാനിത് പറയാൻ കാര്യം എന്താണെന്നറിയോ? ഞാൻ ആ മീറ്റിംഗ് കൂടാൻ പോയതാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആ മീറ്റിംഗിൽ ഏറ്റവും പുറകിൽ 1500 പേരുടെ ഏറ്റവും പുറകിൽ ഞാൻ ആ മീറ്റിംഗിൽ ഇരിക്കുക. ഈ ദൈവദാസം പ്രസംഗിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഒരു വ്യക്തിയായി ഞാൻ അതിന്റെ ബാക്കിൽ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, കേരളക്കരയിൽ ഇതുപോലെ അഭിഷേകമുള്ള ഒരുവനെ വേണം കർത്താവേ. അങ്ങയ്ക്ക് ഹിതമെങ്കിൽ എന്നെ ഒന്ന് തൊടണം. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആ മനുഷ്യൻ സേവിക്കുന്ന ദൈവവും എന്റെ ദൈവവും ഒരപ്പനാണ്. ഏലിയാവിന്റെ ദൈവം തന്നെയാ എന്റെ ദൈവം. ഒരല്ലെന്ന് പറ. ഞാൻ കർത്താവേ, ആ മനുഷ്യനെ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഈ 1500 പേരുടെ പുറകിലിരിക്കുന്ന എന്നെ വിളിച്ച് ആ മനുഷ്യൻ പ്രാർത്ഥിക്കണം. എന്റെ അടുത്തുള്ള പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ കണ്ടോ, ആ ദൈവദാസൻ ഇപ്പൊ എന്നെ മുന്നോട്ട് വിളിക്കും. ആമേൻ. 2 പേരുണ്ട്. 2 പേരോടും പറഞ്ഞു, ഈ പുള്ളി പ്രസംഗം കഴിഞ്ഞ് ശക്തമായ വചന ശുശ്രൂഷയാ. പ്രസംഗം കഴിഞ്ഞ് മൈക്ക് വെച്ചിട്ട് പോയപ്പോൾ എന്റെ കൂടെ ഇരുന്ന ദൈവദാസൻ പറഞ്ഞു, പാസ്റ്റല്ലേ പറഞ്ഞത് പുള്ളി പാസ്റ്ററിനെ മുന്നോട്ട് വിളിക്കുമെന്ന്. ദാ പോകുന്നു. പുള്ളി പോയി സ്റ്റെപ്പ് താഴോട്ടിറങ്ങി തിരിച്ച് കയറി വന്നു. മൈക്കെടുത്തിട്ട് എന്റെ നേരെ വിര ചൂണ്ടിട്ട് പറഞ്ഞു, ആ മാൻ ഓഫ് ഗോഡ് കം ഫോർവേഡ്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. 1500 പേരുടെ പുറകിൽ നിന്ന് ഞാൻ മുന്നിലേക്ക് ഓടി വരുമ്പോൾ ആ ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, കേരളത്തിൽ അവൻ നിന്നുപോയ ഒരു അഭിഷേകത്തിന്റെ പകർച്ചയ്ക്ക് അഭിഷേകം ചെയ്യാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് ഇന്ന് പകൽ ആ ദൂത് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു. ഇതിനകത്ത് നിന്ന് ചിലതിനെ ദൈവം എഴുന്നേൽപ്പിക്കും. അതിശക്തമായ ഈ തലമുറയിൽ ചിലതിനെ എഴുന്നേറ്റേ പറ്റൂ. അച്ഛാ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. ഞാൻ സ്കൂളിൽ ആദ്യം പോയിട്ടില്ല. ഞാൻ മുക്കുവനാ. ഞാൻ 9ാമത്തെ വയസ്സ് തൊട്ട് മീൻ പിടിക്കാൻ പോയ മുക്കുവനാ. കടലിൽ ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. എനിക്ക് എന്റെ പേര് BIJ എന്ന് എഴുതാൻ അറിയത്തില്ല. എനിക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ, ബസ് വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളോട് പറയും, ചേട്ടാ ഓടി വരുന്ന ബസ് ഏതാന്നൊന്ന് പറയണേ. അപ്പൊ അവൻ പറയും, ഇത് എറണാകുളത്തോട്ടുള്ള ബസ്സാ. അങ്ങനെയാ കയറുന്നേ. മുഴുവിക്കനായിരുന്നു. വെള്ളമടിച്ച്, കഞ്ചാവടിച്ച്, ഉടുത്ത തുണി താഴെ കഴുത്തെ തോളയിട്ട് ഷഡ്ഡിയുമിട്ട് നടുറോട്ട് കിടന്നപ്പോൾ ഒരു പാസ്റ്ററിന്റെ കൈക്ക് പിടിച്ച് പൊക്കിയതാ.
നിക്ക് കേക്ക്. അവിടെ നിന്ന് എന്നെ പൊക്കിയതാ. എന്റെ നാട്ടിൽ വന്നൊരു പാസ്, ആദ്യമായി പാസ് സുവിശേഷ വിലക്ക് വന്നു. ആ ദൈവദാസന്റെ വീട് 7 ലിറ്റർ പെട്രോളും 18 പാളി പടക്കവും ഗുണ്ടും വെച്ച് കത്തിച്ചവനാ ഞാൻ. പക്ഷെ എന്നെ വഴിയിലിട്ട് പിടിച്ചു ദൈവം. ആ ദൈവദാസൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി, പ്രാർത്ഥിച്ചു. എന്റെ ശരീരത്തുനിന്ന് ദുരാത്മാക്കൾ ഇറങ്ങി. പക്ഷെ എന്നോട് ഒരാൾ എടാന്ന് വിളിച്ചാൽ അവന്റെ വീട്ടിൽ ചെന്ന് എടാന്ന് ചോദിച്ച് അവനെ തല്ലാതെ ഞാൻ പോരത്തില്ല. കണ്ണൂർ ജയിലിലിട്ട് ഈ ശരീരം മുഴുവൻ പോലീസുകാർ കയറി ഇറങ്ങിയതാ. ഇതിനകത്തൊരു നല്ലെല്ലില്ല, അതുപോലെ ചവിട്ടിക്കൂട്ടിയതാ. പക്ഷെ വഴി കിടന്ന് എന്നെ പോക്കി ആ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയി. യേശുവിനെ കുറിച്ച് പറഞ്ഞാ, യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചു. 94 യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ ഞാനൊരു കാഴ്ച കണ്ടു. യേശുവിന്റെ ക്രൂശ് മരണം. ആ കാഴ്ച കണ്ട് നാടൻ എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ എന്നോട് ക്ഷമിക്കണേ. ഈ കൈ കൊണ്ട് 3 പ്രാവശ്യം എന്റെ അപ്പനെ കൊല്ലാൻ പിടിച്ചു. ഒരു പ്രാവശ്യം അപ്പൻ ചത്തു, ബോധം പോയി, താഴെ വീണു, അനക്കമില്ല, നാടുവിട്ടു. രാജീവ് ഗാന്ധി വെടികൊണ്ട് മരിക്കുമ്പോ തമിഴ്നാട്ടിൽ ഞാൻ അപ്പനെ കൊന്നിട്ട് ഒളിവിലിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞ, ചത്തൊട്ടില്ലടാ, നിന്റെ അപ്പം മടങ്ങി വാ. 5 ചേട്ടന്മാരുടെ വിവാഹം നടന്നു, എന്നെ അറിയിച്ചില്ല. അത്രയും പോക്ക് കേസ്. പക്ഷെ എന്റെ അപ്പൻ എന്നെ തൊട്ടു. ഒരു ഹല്ലേലൂയ പറ. ഞാൻ പറയാറുണ്ട്, ആരെങ്കിലുമൊക്കെ ഞാൻ ഈ ചാടുന്നതും ബഹളം ഉണ്ടാക്കുന്ന കാണിക്കുമ്പോ എന്തിനാണോ ഇത്രയും ചാടുന്നത്? എന്നെ വിടുവിച്ച വിടുതൽ ഓർത്താൽ ഇത്രയും ചാടിയാ പോരാ. ഹല്ലേലൂയ. എന്നെ രക്ഷിച്ച എന്റെ ദൈവത്തിന്റെ കാരുണ്യം ഓർത്ത് ഇത്രയും ശബ്ദമിട്ട പോരാ. ഇതിനകത്ത് തുള്ളി ചാടണം. ഹല്ലേലൂയ. ആമേൻ. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ഓടി വീട്ടിൽ പോയി. അപ്പനോട് ക്ഷമ പറഞ്ഞു, അമ്മയോട് ക്ഷമ പറഞ്ഞു. 8 ചേട്ടന്മാരും 2 ചേച്ചിമാരും ഉണ്ട്. ഞാൻ ഏറ്റവും ഇളയതാ. ഓരോരുത്തരോട് ക്ഷമ പറഞ്ഞു മക്കളെ. പിറ്റേ ദിവസം രാവിലെ ഓടി വീട്ടിൽ ചെന്നു. പാസ്റ്ററെ, അഭിഷിതനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാടാ? എനിക്ക് 5 മിനിറ്റ് യേശുവിനെ ഒന്ന് പ്രസംഗിക്കണം. പക്ഷെ ഞാൻ വിക്കണ, എനിക്കിത് വായിക്കാൻ അറിയില്ല. പാസ്റ്റർ പറഞ്ഞു, മോനെ, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക്, ദൈവം നിറക്കും. പാസ്റ്റർ, ഇതൊക്കെ സത്യമാണോ? സത്യമാണോ? ടെസ്റ്റ് ചെയ്യടാ. എന്റെ വീടിന്റെ 2 സൈഡും തെങ്ങിൻ തോപ്പാ. രാത്രി 12 മണിക്ക് തെങ്ങിൻ തോപ്പിലേക്ക് ഇറങ്ങി. ഒരു തെങ്ങിൻ തടി വെട്ടിയിട്ടിട്ടുണ്ട്. ആ തെങ്ങിൻ തടിയിലോട്ട് അങ്ങ് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ തമ്പുരാനെ, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ വഴിയിൽ നിന്ന് കയറി വന്നതാ, പക്ഷേ എനിക്ക് അങ്ങയെ ഇഷ്ടമാ. എനിക്ക് അങ്ങയെ ഇഷ്ടമാ. എനിക്ക് അങ്ങയെ കുറിച്ച് 5 മിനിറ്റ് ആരോടെങ്കിലും പറയണം. ആരും എന്നോട് പറയുക എഴുന്നേറ്റ് നിൽക്കാൻ. അച്ഛാ, ഞാൻ എഴുന്നേറ്റ് നിന്നു. അച്ഛാ, ഒരു കാറ്റ് എൻ്റെ മേൽ അടിച്ചട്ടെ, എന്നെ പോക്കിയെടുത്ത മീറ്ററുകൾക്ക് അപ്പുറം കൊണ്ട് താഴെ കിട്ടും. എൻ്റെ കാല് തീ പിടിച്ചു, എൻ്റെ കൈകളെ തീ പിടിച്ചു. ആ പറമ്പിക്കടന്ന് ഞാൻ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവശബ്ദം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ്. അന്ന് എൻ്റെ നാവിൻ്റെ കെട്ട് പൊട്ടിയതാ. ഇന്ന് വരെ വിക്കിയിട്ടില്ല, ഇന്ന് വരെ വിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞത്, എന്റെ ദൈവം സൗഖ്യത്തിന്റെ ദൈവമാ, എന്റെ ദൈവം സൗഖ്യദായകനാ. ചതഞ്ഞ ഓട ഓടിക്കാത്തവൻ പുകയുന്ന തിരിയെ